പിണറായി വിജയൻ എല്ലാ കാലവും മുഖ്യമന്ത്രി കസേരയിലുണ്ടാകുമെന്ന തെറ്റിദ്ധാരണയിലാണ് ADGP അജിത് കുമാർ കഴിഞ്ഞ 10 വർഷം ജോലി ചെയ്തത്. ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയിൽ സംസ്ഥാനത്ത് പറന്നു നടന്ന് ജോലി ചെയ്ത അജിത് കുമാർ പക്ഷേ വരാനിരിക്കുന്ന വിപത്ത് തിരിച്ചറിഞ്ഞില്ല. തന്റെ DGP പദവിയാണ് അദ്ദേഹത്തിന് ത്യജിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം സസ്പെൻഷൻ പേപ്പറുകൾ തയ്യാറായി കഴിഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യൂത്ത് കോൺഗ്രസ് നിൽക്കുന്നത്. അജിത് കുമാർ കോടതിയിൽ പോയാൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്ന നിയമോപദേശത്തിന്റെ പേരിലാണ് കഴിഞ്ഞ നാളുകളിൽ സർക്കാർ കാത്തിരുന്നത്. എന്നാൽ പഴുതുകളടച്ചുള്ള നീക്കത്തിലൂടെ സർക്കാർ പിടിമുറുക്കുമ്പോൾ അജിത് കുമാറിന്റെ തൊപ്പി തെറിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. എന്തായാലും അജിത് കുമാറിന്റെ വീഴ്ചയോടെ സംസ്ഥാന പോലീസ് സേനയിൽ വമ്പൻ അഴിച്ചുപണികൾക്കും കളമൊരുങ്ങിയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറലായ നിതിൻ അഗർവാൾ ഈ മാസം വിരമിക്കുന്നതോടെ വലിയ ചലനങ്ങളുണ്ടാകും. നിതിൻ അഗർവാൾ പടിയിറങ്ങുന്നതോടെ ഒഴിവ് വരുന്ന 4ാമത്തെ DGP പദവിയിലേക്ക് ആരെത്തുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ വ്യക്തമായ ഉത്തരമായി കഴിഞ്ഞു. നിലവിലെ ജയിൽ വകുപ്പ് മേധാവിയും 1996 ബാച്ച് IPS ഉദ്യോഗസ്ഥനുമായ S. ശ്രീജിത്താണ് ആ ജനപ്രിയ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ സാധ്യതയേറുന്നത്. ശ്രീജിത്തിന്റെ കടന്നുവരവോടെയാണ് മുൻപന്തിയിലുണ്ടായിരുന്ന അജിത് കുമാറിന്റെ കാര്യത്തിൽ തീരുമാനമായത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകുന്നതോടെ DGP പേപ്പറിൽ ഒപ്പുവയ്ക്കും. നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ യോഗേഷ് ഗുപ്ത, വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം എന്നിവരാണ് സംസ്ഥാനത്ത് DGP റാങ്കിൽ തുടരുന്ന മറ്റു പ്രമുഖർ. ഇവർക്കൊപ്പം 4ാമനായി ശ്രീജിത്ത് കൂടി എത്തുന്നതോടെ പോലീസ് ആസ്ഥാനത്ത് വൻ മാറ്റങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത്. സീനിയോറിറ്റി പട്ടിക മാത്രം എടുത്ത് പരിശോധിച്ചാൽ നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ കേരള കേഡറിലെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥനായി മാറുന്നത് 1995 ബാച്ചുകാരനായ സുരേഷ് രാജ് പുരോഹിതാണ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ സേവനമനുഷ്ഠിക്കുന്നതിനാൽ സുരേഷ് രാജ് പുരോഹിത് കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ യാതൊരു സാധ്യതയുമില്ല. സുരേഷ് രാജ് പുരോഹിതിന് പ്രൊഫോർമ പ്രൊമോഷനായി DGP റാങ്ക് നൽകി ആദരിക്കാനുള്ള സാധ്യതകളാണ് ഇനി മുന്നിലുള്ളത്. പുരോഹിതിന് തൊട്ടുപിന്നിലാണ് നിലവിൽ UDF സർക്കാരിന്റെ കണ്ണിലെ കരടായ എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ നിൽക്കുന്നത്. നിലവിൽ 1995 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. സാധാരണഗതിയിൽ സ്വാഭാവികമായി ലഭിക്കേണ്ട പ്രൊമോഷനാണെങ്കിലും അജിത് കുമാറിന് മുൻപിലുള്ള വഴികളെല്ലാം ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ UDF സർക്കാർ അടച്ചുവെന്ന് പറയുന്നതായിരിക്കും ശരി. നവകേരള യാത്രയ്ക്കിടയിലെ മർദ്ദനക്കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതും ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിലെ വൻ വിവാദങ്ങളും അടക്കം ഒന്നിനു പിറകെ ഒന്നായി ഗുരുതരമായ ആരോപണങ്ങളും അന്വേഷണങ്ങളുമാണ് അജിത് കുമാറിനെ വേട്ടയാടുന്നത്. ഇത്തരത്തിൽ സസ്പെൻഷൻ ഭീഷണി വരെ നിഴലിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് VD സതീശൻ സർക്കാർ DGP പ്രൊമോഷൻ നൽകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അജിത് കുമാറിന് വൻ തിരിച്ചടിയുണ്ടായതോടെയാണ് തൊട്ടുപിന്നിലുള്ള ജനപ്രിയ ഉദ്യോഗസ്ഥനായ S. ശ്രീജിത്തിന് DGP കസേരയിലേക്ക് ഭാഗ്യരേഖ തെളിഞ്ഞിരിക്കുന്നത്. വിവാദങ്ങളിൽപ്പെടാത്ത പ്രതിച്ഛായയും ഭരണ നേതൃത്വത്തിന്റെ വിശ്വാസ്യതയുമാണ് ശ്രീജിത്തിന് തുണയാകുന്നത്. 1996 കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ശ്രീജിത്തിന് കോഴിക്കോട് സ്വദേശിയാണ്. സർവീസിൽ 4 നൂറ്റാണ്ടിലധികം പൂർത്തിയാക്കിയ അദ്ദേഹം കേരള പോലീസിലെ ഏറ്റവും കാര്യക്ഷമതയുള്ളതും ജനകീയനുമായ ഉദ്യോഗസ്ഥരൊരാളായാണ് അറിയപ്പെടുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, IG എറണാകുളം ബ്രാഞ്ച്, ശബരിമല കോർഡിനേറ്റർ, ADGP സൈബർ ഓപ്പറേഷൻസ് തുടങ്ങിയ അതിപ്രധാനമായ പദവികളിൽ കൃത്യമായ കയ്യൊപ്പ് പതിപ്പിച്ച ശേഷമാണ് അദ്ദേഹം ഈ ഉന്നത പദവിയിലേക്ക് അടുക്കുന്നത്. സംസ്ഥാനത്തെ നടുക്കിയ പ്രമാദമായ നിരവധി കേസുകളിൽ പഴുതടച്ച അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണ മികവിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഉൾപ്പെടെയുള്ള ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മികച്ച ഗായകൻ, സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യം, സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിത്വം എന്നീ നിലകളിലും S. ശ്രീജിത്ത് പ്രശസ്തനാണ്. അതുകൊണ്ട് തന്നെ DGP-യായി ശ്രീജിത്തിനെ UDF സർക്കാർ വാഴിക്കുമ്പോൾ സ്വപ്നം കണ്ട കസേര കൈവിട്ടതിന്റെ വേദനയും പേറിയായിരിക്കും ഇനി അജിത് കുമാർ മുന്നോട്ട് പോകുന്നത്.